നമസ്കാരം. നമ്മളിന്ന് ഫ്രാൻസിലെ ഷെൽ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് പെർസി എന്ന് പറയുന്ന പാരീസിൻ്റെ സെൻറ്ററിലേക്ക് ഒരു യാത്രയിലാണ്. ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മെർസഡീസ് സ്പ്രിൻറ്ററിൻ്റെ 715 എന്ന് പറയുന്ന മോഡൽ പാഡിൽ ഷിഫ്റ്റോട് കൂടിയ വാഹനമാണ്. നമ്മളിന്ന് ഔട്ടറിൽ കൂടെയാണ് ഓടുന്നത്. ഇന്നത്തെ വണ്ടി നമുക്ക് തന്നിരിക്കുന്നത് ഫ്രാൻസിലെ ഒരു മലയാളി സംരംഭമായ CJ ഗ്രൂപ്പ് ആണ് തന്നിരിക്കുന്നത്. CJ ലോജിസ്റ്റിക്സിൻ്റെ വാഹനമാണ്. നമ്മളിന്ന് ലോഡ് ചെയ്തിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. വണ്ടിക്കകത്ത് ഫുള്ള് ഫാർമസ്യൂട്ടിക്കൽസ് സാധനങ്ങളാണ്. മാപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് അലർട്ട്സുള്ളി ആക്കി വെച്ചേക്കാം. ഇല്ല, ചുമ്മാ ഇരുന്ന് ബഹളം വെച്ചോണ്ടിരിക്കുന്നേ. അതിനെക്കൊണ്ട് വലിയ ശല്യം ചില സമയത്ത്. സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി, ഒരു രക്ഷയില്ല. ഞാൻ ഗ്ലാസ് ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒരേ പൊളി തന്നെ. അതൊരു പ്രശ്നം എന്നാണെന്നറിയോ? GPS കാണിക്കുന്നത് 12:41 പാരീസിൽ ചെല്ലുന്നതാണ്. നമുക്ക് ശരിക്കും ടൈമിങ് തന്നിരിക്കുന്നത് 12 മണിക്കാണ്. 12 മണിക്ക് പാരീസിൽ കൊടുക്കണമെന്നുള്ളതാണ്. 41 മിനിറ്റ് ലേറ്റാണ്. ലോഡ് ചെയ്ത് കിട്ടാൻ ആവശ്യമാണ് സംഭവം. നോക്കാം, ചിലപ്പോൾ അടിച്ചു കയറി ചെല്ലും, ചിലപ്പം ലേറ്റ് ആവും. വണ്ടി എന്തായാലും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഹൈവേ കയറുന്നവരെ ലാഗ് ഉണ്ടായിരിക്കും. പാഡിൽ ഷിഫ്റ്റ് വെച്ചിട്ട് സ്പ്രിൻറ്റർ ഓടിക്കാൻ കൊള്ളാം കേട്ടോ. വണ്ടി സവാ. ഞാൻ കൂടുതൽ ഓടിച്ചിരുന്നത് റെനോ മാസ്റ്റർ ആണ്. റെനോ മാസ്റ്റർ ആണ് കൂടുതലും ലോങ്ങും എക്സ്പ്രസും ഓടിച്ചിരുന്നത്. അപ്പം സ്പ്രിൻറ്ററിലോട്ട് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വണ്ടി വളരെ ലൈറ്റായിട്ട് തോന്നുന്നു. നല്ല പെപ്പിയാണ് എഞ്ചിൻ. നമ്മൾ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്നതനുസരിച്ച് കയറി വരുന്ന ഒരു രക്ഷയില്ല. നമ്മളിതിന് മുന്നേ ഒരു മാനുവൽ സ്പ്രിൻറ്ററായിട്ട് പാരീസിനകത്ത് പോകുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പാരീസിനകത്ത് സ്പ്രിൻറ്ററിൻ്റെ ആവശ്യമില്ല, ഇത്രയും പെർഫോമൻസിൻ്റെ ആവശ്യമില്ല. ഇത് ഹൈവേസിൽ ഒരു രക്ഷയില്ല, പറന്നേക്കും. ഫുള്ള് പാടമാണ്. പാടത്തിൻ്റെ നടുക്കോടെ ഒരു 2 ലൈൻ ട്രാക്കാണ്. അത് നൈസായിട്ടൊരു 80-90 പിടിച്ച് പോന്നുകൊണ്ടിരിക്കുക. ഗ്ലാസ് ആദ്യമായിട്ടേക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. എല്ലാ ദിവസവും ഈ പാരീസിലെ പുകയല്ല ശ്വസിക്കുന്നത്. അപ്പം കുറച്ച് ശുദ്ധവായു കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്ലാസ് തുറന്നിട്ട്. അത് ഭയങ്കരമായിട്ട് സൗണ്ട് ക്വാളിറ്റി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഡേഞ്ചർ വാർണിംഗ് സൈനൊക്കെ കത്തിക്കിടക്കുന്നു പറന്ന് വന്നിട്ട്. അമ്മാര് പോരിച്ചല്ലേ പോയിരുന്നത്. ഞാൻ ഇന്നാളൊരു ദിവസം ഇതേ ലോഡ് എടുക്കാൻ മാസ്റ്ററുമായിട്ട് വന്നിട്ട് അന്ന് ഇതിലാ പോയത്. ഞാൻ മറക്കില്ല. ഒരു 100-130 തന്നെയായിരുന്നു ഈ റോഡ്. അന്ന് പക്ഷേ ഒരു 2 മണി സമയത്താണ്. ഇപ്പം ഈ സമയമായതല്ലോ. ഇവിടെ മിക്കവാറും നമുക്ക് രാത്രിയിലാണ് ഈ എമർജൻസി മെഡിസിൻസ് കിട്ടുന്നത്. നേരെ ബെർസിലെ ഒരു ഡിപ്പോയിലോട്ടാണ് ചെല്ലുന്നത്. ബെർസിലെ ഡിപ്പോയിൽ കൊണ്ട് ഇറങ്ങണം. നാളെ രാവിലെ 4 മണിക്ക് ഇത് ഡിസ്ട്രിബ്യൂഷന് പോകാനുള്ള മെഡിസിൻ ആണെന്നാണ് പറഞ്ഞത്. തോന്നുന്നത്
എന്തെങ്കിലും എമർജൻസി മെഡിസിൻസ് ആയിരിക്കും. എക്സ്പ്രസ് ലോഡാണ് മൊത്തം, എല്ലാ ബോക്സും എക്സ്പ്രസ് ബോക്സാണ്. എഴുപത്തേഴ് കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ 2 മിനിറ്റ്, അതായത് 60 മിനിറ്റാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. നമുക്ക് 77 കിലോമീറ്റർ ഉണ്ട്. വി ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ഇൻ 1 hour. ഒരു റാലി റൈഡ് പോലെ തന്നെ. റൗണ്ട് അബൌട്ടിലോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. നല്ല ബ്രേക്കിംഗ്, ഒരു രക്ഷയില്ല. എത്ര പറന്നൊന്നി ഓട്ടിയിട്ട് വണ്ടി നല്ല കൃത്യമായിട്ട് കയ്യിൽ കൺട്രോളിൽ കിട്ടുന്നുണ്ട്. വണ്ടി പെർഫോമൻസും നല്ലപോലെ തരുന്നുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. കടയൊക്കെ തുറന്നിട്ടുണ്ടല്ലോ ഈ രാത്രിയിലും. നോർമലി ഇതേപോലത്തെ സ്ഥലങ്ങളിൽ കടകളങ്ങനെ കാണാറുള്ളതല്ല. വളവും തിരിവും റോഡായല്ലോ. സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടായിരുന്നുകൊണ്ട് നിർത്തിയെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നിർത്താൻ വേണ്ടിയിട്ട് നിർത്തിയൊന്നുമല്ല. കാര്യം വണ്ടി ഓടിക്കുന്നവനൊക്കെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. വണ്ടി എന്നെ ഇട്ട് നല്ലപോലെ ഒലയ്ക്കുന്നുണ്ട്. ഇതവിടെ എത്തിച്ചേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു 1 വേ ട്രാഫിക്കൊക്കെ വെച്ചിരിക്കുന്ന റോട്ടിൽ കൂടെ കയറ്റി വിടുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഹൈവേ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങാൻ കുറച്ച് ദൂരം ഹൈവേ ഇല്ല. നമുക്ക് നമ്മൾ ലോക്കൽ റോഡിൽ കയറി പോകണം. ഇന്നാളുടെ ലോഡ് എടുക്കാൻ വന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. What the fuck? ഞാൻ ഈ വീഡിയോ ലൈവായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ചില പാർട്ടുകൾ മാത്രം ഞാൻ ഇതിട്ടിട്ടുണ്ട്, സൗണ്ട് ഇട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊരു വണ്ടി ഓടിക്കുകയാണല്ലോ, അന്നേരം അതിൻ്റേതായ ആ ഒരു റിതത്തിൽ കിട്ടുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ചാനലിൽ നിങ്ങൾ കൂടുതലും കാണുക ഇതുപോലത്തെ എക്സ്പ്രസ്, അതായത് ഇവിടെ പറയുന്നത് റേസിംഗ് എന്നാണ്. ഇതിനെ റേസിംഗ് എന്ന് തന്നെയാണ് ഇവിടെ വിളിക്കുന്നത്. റോഡ് റേസിംഗ് എന്ന് പറയും. ഇത് നോർമലി ചെയ്യാറ് ബെൽജിയം, പാരീസ്, ആൻവേർപ്പ്, പാരീസ്, ബെൽജിയത്തിലെ നെതർലാൻഡ്സ് ബോർഡർ ആൻവേർപ്പ്, പാരീസ്. അത് അവിടുന്ന് ഡയമണ്ട് കയറും പാരീസിന്, ആൻവേർപ്പിൽ നിന്ന്. ബെൽജിയം കട്ട് ഡയമണ്ട്സ് എന്ന് പറയുന്ന സാധനം. അതുപോലെ സ്പെയിനിൽ നിന്ന് കയറും, സ്പെയിനിൽ നിന്ന് മെഡിസിൻ കയറും. പിന്നെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്പെയിൻ്റെയൊക്കെ പോർച്ചുഗൽ ബോർഡറിൽ നിന്നൊക്കെ കയറും. അത് ഇതൊക്കെ ഈ ചെറിയ വാഹനങ്ങൾ 3.5 ടണ്ണിൻ്റെ വാഹനങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റ് ഡെലിവറി കിട്ടാറുണ്ട് ഇടയ്ക്ക്. അത് എടുത്ത് ഇവർ കൂടുതലും നമ്മുടെ ഇപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി കൂടുതലും എക്സ്പ്രസ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം ജീവൻ മരണ പോരാട്ടങ്ങൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിലെ കുതിരകളി തന്നെയാണ്. പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പണിയാണ്, പറയേണ്ട കാര്യമില്ല. നല്ല പേ ഉണ്ട് കേട്ടോ, പേയില്ല അഴിയൊന്നുമില്ല. നമ്മൾ ഈ എടുക്കുന്ന റിസ്കിനുള്ള കാശ് അവർ തരും. തന്നിട്ട് തന്നെയാണ് അവിടെ പോലീസും കിടപ്പുണ്ട്. അവിടെ നീല ലൈറ്റ് കാണുന്നത് പോലീസ്, അത് എവിടെയാണോ ആർക്കറിയാം. നമ്മൾ പോവുക തന്നെ. പക്ഷെ മാസ്റ്ററും ഇവേക്കോ ഒന്നും ഇതിൻ്റെ അടുത്ത് ഒന്നും അല്ല കേട്ടോ. ഇവേക്കോയൊക്കെ മാറി നിൽക്കുക. ബെൻസ് ബെൻസ് ക്ലാസിക് ടെക്നോളജിയാണ്.
നല്ലപോലെ തണുക്കുന്നുണ്ട് ഗ്ലാസ് ഇട്ടിടാം. നല്ല തണുപ്പടിക്കുന്നുണ്ട്. അപ്പം ഹീറ്റർ ഇട്ടിച്ച ഗ്ലാസ് ഒരു പൊടിക്ക് താത്തിയിട്ട് കഴിഞ്ഞാലേ നല്ല സുഖമാണ്. എല്ലാ ഡേഞ്ചർ വാർണിങ്ങും കത്തി നിൽക്കുകയാണ് നമ്മൾ പറന്നു വന്നിട്ട്. പക്ഷേ ഈ 60-70 സ്പീഡേ ഉള്ളൂ. പക്ഷേ ഈ റോഡിൽ 50 സ്പീഡേ അവർ പറയുന്നുള്ളൂ. അങ്ങനെ നമുക്കൊരു സിഗ്നൽ കിട്ടി. പള്ളിയാണല്ലോ, കർത്താവേ കാത്തോളണേ. ഓട്ടോ കട്ട് ഓഫ് ആയതാ വണ്ടി. ഇവിടുത്തെ വണ്ടികളൊക്കെ എങ്ങനെയാണ് ക്ലച്ച് ഇപ്പോൾ അത് നമ്മൾ ഗിയറുള്ള വണ്ടിയിലും അതാ, ക്ലച്ച് റിലീസ് ചെയ്ത് ന്യൂട്രലിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ കട്ട് ഓഫ് ആയി പോകും ഈ സിഗ്നലിൽ. എനിക്കത് ഇഷ്ടമല്ല, ഞാനത് ഓഫ് ചെയ്താണ് ഉപയോഗിക്കാറ്. എന്ത് സിഗ്നലാണല്ലോ ഒന്ന് നോക്കി തിരിയുന്നത് നല്ലതാണ്. രാത്രിയാണ്. എന്നെപ്പോലത്തെ അത്യാവശ്യക്കാർ റോഡിൽ വേറെയും കാണും. മഞ്ഞുണ്ട് കേട്ടോ ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാക്ക് റേസിങ്ങിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് D402 എന്ന് പറയുന്ന റോഡിലാണ്. അടുത്ത 4.2 കിലോമീറ്റർ 4.2 കിലോമീറ്റേഴ്സ് നമ്മൾ സർവൈലൻസിലാണ്, റഡാർ സർവൈലൻസിലാണ്. സ്പീഡ് റഡാർസ് ഉണ്ട് ഈ റോഡിൽ. ബട്ട് വി ഹാവ് ടു റഷ്. ഒന്നും ചെയ്യാനില്ല. നമ്മൾ 23:46 11:45 നമുക്ക് 54 മിനിറ്റൂടെ വേണം. 12 മണിക്ക് കൊടുക്കണ്ട, ശരിക്കും നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. നമ്മൾ എന്ത് കാണിച്ചാലും 12 മണിക്ക് ചെല്ലില്ല. ബട്ട് മാക്സിമം നേരത്തെ ചെല്ലാനുള്ള പണി നോക്കുക, അത്രേ ഉള്ളൂ. റോഡ് 80 ടച്ച് ചെയ്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. പൊട്ടക്കണ്ണ റൗണ്ട് അബൌട്ടിൽ തിരിയണം. ആ കാണുന്ന നഗരങ്ങളൊക്കെയാണ് പാരീസിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്, ഔട്ട്സ്കട്ട്സ്. ഇതൊക്കെ ഓരോ വെയർ ഹൗസുകൾ, സ്റ്റോറേജ് പ്ലേസുകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ഇവിടുന്ന് ട്രെയിൻ എടുത്ത് പോവുകയാണ്. അവിടെ ഒരു എമർജൻസി ആരോ നിൽപ്പുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മാർണവൽ ഈ പിന്നെ ഡിസ്നി ലാൻഡ് ഭാഗത്തോട്ടാണ് പോകുന്നത്. നമുക്ക് ഡിസ്നി ലാൻഡ് ഭാഗത്തോട്ടല്ല, നമുക്ക് ഫോണ്ടനി ട്രംബിലെ അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്, എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു GPS പറഞ്ഞ വഴിയിൽ. റോഡ് ലിമിറ്റ് 80 കിലോമീറ്ററാണ്. നമ്മൾ 80 ഓൾറെഡി ക്രോസ് ചെയ്തു. റോഡ് ലിമിറ്റ് 90 ആയിട്ടുണ്ട്. അതേ ഹെഡ്ലൈറ്റ് കൾച്ചർ തന്നെ ഇവിടെ, ഒരു വ്യത്യാസമില്ല. ഡിമ്മടിച്ച് തരത്തുമില്ല, ഞാൻ അടിച്ച് കൊടുക്കുകയും ചെയ്യും. നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. കണ്ണ് കാണാതെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല. What the fuck? ഈ റൗണ്ട് അബൌട്ട്സ് ഈ ഫ്രാൻസിലെ ഒക്കെ ഔട്ട്സ്കേർട്സിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ പറയുക, what the fuck, വഴുതെറ്റിപ്പോയി. വഴുതെറ്റിപ്പോയല്ലോ ആശാനെ.
കഥ പറഞ്ഞോണ്ടിരുന്നു വഴിതെറ്റിപ്പോയി. ടൈം പോകുന്നു. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ 402 നോക്കിയില്ല. D402 നോക്കി തിരിയേണ്ടായിരുന്നു. ഞാൻ നോക്കാതില്ല. അതിൻ്റെ മിസ്റ്റേക്കാണ്. നമ്മൾ D402 49th മൈലിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. Limits, we have crossed 110 already. Concentrate on just on roads. Road മാത്രം. വേറെ നല്ലൊരു പോലീസ് സിമ്പിൾ കാണിക്കുന്നുണ്ട്. പോലീസുകാരുണ്ടെങ്കിലും പണിയാ, ക്യാമറ ഉണ്ടെങ്കിലും പണിയാ. അതാണ് ഈ എക്സ്പ്രസ് ഓടുമ്പോൾ ക്യാമറയും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അറിയത്തില്ലാത്ത റോഡിലൊക്കെ ഇതും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് അപ്രോച്ചിങ് വാട്ട് ഇറ്റ് ഈസ്, ഐ ഡോണ്ട് നോ ബട്ട് വി ആർ ഓൺ 72 only. Vous entrez dans une zone de contrôle. Yes, it's on the control. ഞാൻ പറഞ്ഞോ എന്തുകൊണ്ടെന്ന്. ഇരിക്കുന്നു ക്യാമറ. അടിച്ചില്ല. രാത്രി ആയതുകൊണ്ട് കൃത്യം അറിയാം ക്യാമറ അടിക്കുമല്ലോ. 920 മീറ്റർ പറയുന്നുണ്ട് ഡിസ്റ്റൻസ്. പക്ഷെ അത്ര സീൻ കിട്ടില്ല. നല്ല മഞ്ഞുണ്ട്. മഞ്ഞുള്ളതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറവുണ്ട്. മുക്കാലിന് എന്തായാലും നമ്മൾ പാരീസ് ബെർസിയിൽ അൺലോഡ് ചെയ്യും. ഒക്കെ ഉണ്ട്. ഏതോ ടൗണിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പകലൊന്നും വന്ന് ഈ പോക്കൊന്നും ഇതിൽ പോകാൻ പറ്റില്ല. എസ് വളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചവിട്ടി ലൈറ്റൊന്ന് മാറ്റി കാണിച്ചു. ഫ്രാൻസിൽ വന്നിട്ട് എസ് വളവ് ശരിക്കും നമ്മുടെ KK റോഡിൽ, കോട്ടയം കുമളി റോഡിൽ വണ്ടി ഓടിക്കുന്ന അതേ ഫീൽ കിട്ടിയത് ക്ലെമോൺ ഫെർനാട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോഴാണ്. ഒരു 1.5 കുന്ന് കയറി ചെന്നിട്ട് അത് ഇറക്കാം. അത് ഈ പറഞ്ഞ വെളുപ്പാൻ കാലത്ത് ഫുൾ ലോഡ് വണ്ടി കുത്തി നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാ, പയ്യങ്ങ് ഇറങ്ങി അവിടെ കൊണ്ടുപോയിട്ടിട്ട് കിടന്നുറങ്ങി. നമുക്ക് അവർ അക്കോമഡേഷൻ എടുത്ത്, ഇവരുടെ അക്കോമഡേഷൻ മുഴുവനും ബ്രേക്ക് ആൻഡ് ഹോം എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. അവിടെ ചെന്നപ്പോൾ റൂമെല്ലാം നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഗുദാമിലാണ് അത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. വണ്ടി കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക്, പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ എക്സ്പീരിയൻസ് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്, അതിനൊന്നും പറയാനില്ല. അത് വണ്ടിയായിട്ട് തന്നെ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ല.
കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്നു. കെട്ടിടമാണോ ദൈവത്തിനറിയാം. ഗീവ് വേ. ആർക്കാണാവോ ഞാൻ വഴി കൊടുക്കേണ്ടത്? നമ്മുടെ ഡ്രൈവിംഗ് കമാൻഡറി യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടത് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത്ര വീഡിയോ ചെയ്യാൻ പ്രാവീണ്യമുള്ള ആളൊന്നും അല്ല. ഞാൻ ഈ വീഡിയോ അങ്ങനെ അധികം എന്നാ പറയുന്നത് എഡിറ്റൊന്നും ചെയ്യാതെ ആയിരിക്കും ഇടാൻ പോകുന്നത്. നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഇതേക്കൂട്ട് വീഡിയോസിന് അങ്ങനെ വ്യൂവേഴ്സ് ഇല്ലയെന്ന് തോന്നുന്നു. കാര്യം പ്രൊഫൈലിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ആരും കാണാറില്ല. അത് കുഴപ്പമില്ല. ബട്ട് വൈ എന്നാ പറയാനാ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സിംഗിൾ ട്രിപ്പിൻ്റെയൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. കൂടുതലും ഡ്രൈവിംഗ് കമൻട്രിയാണ്. വാഹനങ്ങൾ ഇങ്ങനെ നിന്ന് പറപ്പിക്കുക. ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ള വീഡിയോസ് സ്പ്രിൻഡറിൻ്റെയും മാസ്റ്ററിൻ്റെ കമിയോ എന്ന് പറയും. അതായത് 3.5 ടൺ വാഹനങ്ങളുടെ ഇതാണ് ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ളത്. എനിക്കിടാൻ താല്പര്യം അത് തന്നെയാണ്. ഞാൻ കൂടുതൽ ഓടിക്കുന്നതും ഇതേക്കൂട്ട് വണ്ടികളാണ്. ട്രെയിലേഴ്സ് അങ്ങനെ അധികം ഓടിക്കാറില്ല. കൂടുതൽ ഓടിക്കുന്നത് ഇതുപോലത്തെ വാഹനങ്ങളാണ്. എക്സ്പ്രസ് ഡെലിവറികളും ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആള് മലയാളിയാണ്. പുള്ളി ചെയ്യുന്ന വർക്ക് കൂടുതലും B2B, ഡോർ ടു ഡോർ, ലാസ്റ്റ് മൈൽ ഡെലിവറി, ക്ലസ്റ്റർ എന്തോ ഒരു ക്ലസ്റ്റർ ഡെലിവറി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല മെയിൻ്റനൻസിൽ വാഹനങ്ങൾ കീപ്പ് ചെയ്യുന്നൊരു കമ്പനി. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് വണ്ടി നല്ല നീറ്റായിരിക്കണം, ക്ലീനായിരിക്കണം, അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ട്. അതിവർ തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പി, കമ്പനി ഹാപ്പി. ബോട്ട് നമ്മൾ 39 41 കാണിച്ചിരുന്നു. മാർനവിൽ നമുക്ക് ഈ ഫോണ്ടനി ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഫോന്തനി ത്രസിഗ്നി അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇതൊക്കെ ഫുള്ള് ഗ്രാമപ്രദേശങ്ങളാണ്. നമ്മൾ ഏതൊക്കെ ഗ്രാമത്തിൽ കൂടെ കയറി ഓടിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് വെച്ച് ഓടിക്കണമെന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് പാട്ട് വെച്ച് ഓടിക്കുന്നില്ല. അല്ല തന്നെ കേരള ഗവൺമെൻറ് പറയുന്നത് പാട്ട് വെച്ച് വണ്ടി ഓടിക്കുന്നത് ശരിയല്ലെന്നല്ലേ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഉച്ചത്തിൽ പാട്ട് വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വിഷയമാണെന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ സീനൊന്നുമില്ല. ഇവിടുത്തെ വണ്ടിയിലും അവർ മാതിരി പിടിപ്പിലൊന്നും പിടിപ്പിക്കാറുമില്ല. ഞാൻ പാട്ട് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ നല്ലൊരു പാട്ട് വെച്ച് കേട്ട വണ്ടി ഓടിക്കുന്ന ആളാണ്. എനിക്കതാ ഇഷ്ടം. പിന്നെ ടു ദ മൂഡ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ. 12 മണിയായി, പാട്ട് വിടും. ആനിമൽ ക്രോസിങ്ങും ഉണ്ടല്ലോ.
റോസ് അടിപ്പാണ്ടത്. 15 കിലോമീറ്റർ കൺട്രോൾ സോണാണ്. എനിക്കറിയില്ല, ക്യാമറ കൺട്രോളൊന്നും പറയുന്നില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊക്കെ ഇവിടെ ആക്സസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോയിൽ ആപ്പിൾ കാർപ്ലേ സിസ്റ്റത്തിൽ ഇത് ഫുള്ള് കാണിക്കും. നമ്മൾ ഗൂഗിൾ വൈസ് ആണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലും വർക്ക് ചെയ്യും ഗൂഗിൾ വൈസ്. ഞാൻ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിനൊക്കെ ഗൂഗിൾ വൈസ് യൂസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, മുക്കിന് ക്യാമറ എന്ന് പറഞ്ഞ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്പീക്കർ ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ ഒരു റിയൽ പർപ്പസ് നമുക്ക് കിട്ടത്തില്ല. ഇത് യൂസ് ചെയ്യുന്നത് തന്നെ റോഡ് ട്രാഫിക്കും റോഡിലെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ട്രാൻസ്ഫർ വൈസ് അല്ല, സോറി, അത് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ലേ, ഗൂഗിൾ വൈസ് ഉപയോഗിക്കുന്നത്. മറ്റു സാധനമാണ് ഗൂഗിൾ വൈസ്. വണ്ടി കാണണ്ടേ? ഞാൻ വണ്ടി കാണിച്ചു തന്നില്ലല്ലോ. കടയിൽ ഇച്ചിരി സ്ഥലം കിട്ടുന്നിടത്ത് നടത്തിയിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം. പക്ഷെ വണ്ടി കാണിച്ചു തരാൻ നിന്നാൽ 39, 10, 39, 1, 40, 1, 41 വണ്ടി കാണിച്ചു തരാൻ നിന്ന് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഗെറ്റ് ടൈം, ബട്ട് ഐ വിൽ ഷോ യു ദ വെഹിക്കിൾ. പക്ഷെ ഞാൻ നിങ്ങളെ എൻ്റെ വാഹനം കാണിച്ചു തരും. റോഡ് കിടക്കുന്ന നോക്കി. ഞാൻ അധികം സ്പീഡ് പിടിക്കാത്തത് വേറെ കൊണ്ടല്ല, എനിക്ക് മാനുവൽ വാഹനങ്ങളാണ് ക്രൂയിസ് ചെയ്യാൻ ഇഷ്ടം. ഓട്ടോ വാഹനങ്ങൾ ക്രൂയിസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ക്രൂയിസ് ചെയ്യില്ലൊന്നുമില്ല, ബട്ട് ഐ ഡോണ്ട് നോ, ഐ ലവ് മാനുവൽ. അതിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് പവറും. മാനുവലിൻ്റെ ഒരൊറ്റ ഗുണമെന്ന് അറിയാമോ? വണ്ടി പിടിക്ക് ഡൗൺ ചെയ്ത് കയ്യിൽ നിർത്താൻ പറ്റും. മറ്റു സാധനത്തിൽ അത് പറ്റില്ല. ഓട്ടോയിൽ എന്ത് പാഡിൽ ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടി ചിന്തിച്ച് ഗിയറൊക്കെ ഡൗൺ ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടോ. ഈ വളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഡൗൺ ചെയ്ത് വന്ന വരവിന് വീശും. എനിക്ക് ഇതിൽ അങ്ങനെ വീശാൻ പറ്റുന്നില്ല. കഴിയൊന്നുമില്ല, വീശുന്നുണ്ട്, ബട്ട് മാനുവലിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല. മാനുവൽ ഇങ്ങനെ ഒരു കൈ ഗിയറിൻ്റെ നോബിൻ്റെ മേളിൽ, കൈ നോബിൽ വയ്ക്കില്ല, കൈ ഇങ്ങനെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ കൈ ഹാൻഡ് റെസ്റ്റിൽ വെച്ചിട്ടേ ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലെ ഏതെങ്കിലും സാഹചര്യം വന്നാൽ വിരലിൽ ഡൗൺ ചെയ്യുക, വിരലിൽ അപ്പ് ചെയ്യുക. അല്ലാതെ വേറെ വെള്ളി കിട്ടുന്നതിൻ്റെ അതില്ലേ. എത്രയോ ഈസിയാണ് പരിപാടി അല്ലേ? എനിക്കറിയില്ല ആൾക്കാർ ഓട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്നത്. പാരീസ് വലത്തോട്ട്. We are going right to Paris. ഏതോ ഹൈവേയിൽ കയറാൻ പോവാ. ഏതോ ഹൈവേയിലൊന്നല്ല, നമ്മളേതോ ഡിസ്ട്രിക്ട് റോഡിൽ തന്നെ കയറുന്ന ഹൈവേയിലല്ല. But it will be merging to one highway, as per my knowledge, if I am correct, it's National 104 towards Paris. We have a speed limit of 110 kilometers and we are cruising on 91. What the fuck? Yeah, it's 100 now.
ഇല്ല, കൺട്രോളൊന്നും ഇല്ല, കയറി പോരാം. കോണ്ടനി തസ്കിനി ഏരിയ ആണ് പോകേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞ സ്ഥലം ഈ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. എപ്പോഴും നമുക്ക് റൈറ്റ് എക്സിറ്റുകളാണ് ഇവിടെ ഉള്ളത്. എക്സിറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് റൈറ്റ്. നാട്ടിലെ പോലെ ലെഫ്റ്റ് അല്ല. ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് 100 കിലോമീറ്റർ, 90-നും 100-നും ഇടയ്ക്കാണ് ഏറ്റവും സുഖം ഈ വണ്ടി ഓടിക്കാൻ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത്. പക്ഷേ 90-100-ലൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 12:39 നമ്മൾ പറഞ്ഞ സ്ഥലത്തും ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും നിൽക്കില്ല. സോറി അണ്ണാ, ഞാൻ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. N4 പാരീസ്. നാഷണൽ 4 മലു. ടച്ച് ചെയ്തു. പക്ഷെ അതിൽ കൂടുതൽ ഈ വണ്ടി കിട്ടുകയില്ല, നിൽക്കില്ല ലോഡിൽ. കണ്ടോ, കയറി പോകുന്നുണ്ട് വണ്ടി. ഒരു 120 പിടിച്ചാൽ ഇല്ലെങ്കിലേ വള്ളിയാണ്, അവിടെ ചെല്ലില്ല. 120 സേഫ് ലിമിറ്റ്. ഒന്നാമത് നമ്മൾ സ്ഥിരം ഓടുന്ന വഴിയല്ല, സ്ഥിരം ഓടുന്ന വഴിയാണ് അടിപൊളിയാണ്. ഈ ലൂമിനാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമുണ്ട് വണ്ടി. ട്രെയിനിന്റെ എഞ്ചിനൊക്കെ കിടക്കുന്നു. റെയിൽവേ ട്രാക്ക് പണിയാണ്. 140 വന്നാൽ ഈ വളവ് തിരിയില്ല, ഭിത്തിയിലിരിക്കും. ഇത് സേഫ് ഡ്രൈവാണ്.